ജയറാം ഒരു സമയത്ത് മലയാളികളുടെ ഇഷ്ട നടൻ, ഒരുപക്ഷെ ദിലീപൊക്കെ വരുന്നതിന് മുമ്പേ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയോടൊപ്പം ഈ പറഞ്ഞ പോലെ കുടുംബങ്ങളുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് എപ്പോഴും ജനപ്രിയൻ എന്ന് പറയുന്നത് ജയറാം തന്നെയായിരുന്നു. എന്തുമേണ്ടി സിനിമകളായിരുന്നു, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത സിനിമകൾ. പ്രത്യേകിച്ച് രാജസേനൻ കൂട്ടുകെട്ട്, റാഫി മെക്കാർട്ടിൻ കൂട്ടുകെട്ട്, ഇവരോടൊക്കെ ഉള്ള ഇപ്പം മേലെപ്പറമ്പിൽ ആൺവീടൊക്കെ എനിക്കൊന്ന് 100 വട്ടം കണ്ടാലും നമുക്ക് അതുപോലെ സൂപ്പർമാൻ എന്ന് പറയുന്ന സിനിമ, ഒരുപാട് സിനിമകൾ ഇഷ്ടം പോലെ, എണ്ണി പറയാൻ പറ്റാത്ത ഇഷ്ടം പോലെ സിനിമകളുണ്ട്. പക്ഷേ മേലെപ്പറമ്പിൽ ആൺവീടൊക്കെ നമുക്ക് 100 വട്ടം കണ്ടാലും നമുക്ക് വീണ്ടും 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 റിപ്പീറ്റ് ഒരു ക്ലാസിക് സാധനങ്ങളൊക്കെ അതൊക്കെ. അന്നേരം ജയറാം ഒരു അസാധാരണ നടനാണ്, അടിപൊളി നടനാണ്. സ്റ്റേജിലാണെങ്കിൽ ഒരു രക്ഷയില്ല. കൗണ്ടർ ആയാലും മിമിക്രി ആയാലും ഒക്കെ ലൈവായിട്ടൊക്കെ തകർത്ത് കളയും. ഇപ്പം മണിരത്നത്തിൻ്റെ മുമ്പിൽ എഴുതിക്കൊണ്ട് അവരെ എല്ലാം അനുകരിച്ച് കാണിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര വൈറലായി തമിഴ്നാട്ടിൽ പോലും. അന്നേരം ജയറാം ഇപ്പം പലതും ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത്. മലയാളത്തിൽ ഓസ്ലറാണ് ലാസ്റ്റ് ചെയ്തത്, അത് ഹിറ്റായിരുന്നു. പക്ഷെ അവിടെ മമ്മൂട്ടിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയാം. അല്ലാതെ ജയറാം ഒരു മലയാളത്തിൽ ചെയ്യുന്നതും ഹിറ്റില്ല. ബാക്കിയുള്ളതെല്ലാം തമിഴിലായാലും തെലുങ്കിലായാലും കന്നഡയിലായാലും എല്ലാ ഭാഷകളിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്, സാന്നിധ്യമുണ്ട്. പക്ഷെ ക്യാരക്ടർ റോളാണ്. പക്ഷെ ഇപ്പൊ പുത്തനൊരു സിനിമ അദ്ദേഹത്തിൻ്റെ വരുന്നുണ്ട്, പരിമള ആൻഡ് കോ എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ജൂൺ 5 റിലീസാണ്. ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ജയറാമിൻ്റെ നല്ലൊരു തിരിച്ചുവരവാകാൻ സാധ്യതയുണ്ട്. എന്തായാലും 5-ാം തീയതി ഇറങ്ങുന്ന സിനിമയല്ലേ. കാരണം ജയറാം ഉർവശി കോംബോ എന്ന് പറയുന്നത് സൂപ്പറാണ്. മഴവിൽ കാവടി പോലുള്ള ഒരുപാട് സിനിമകളുടെ കോമ്പിനേഷൻ ഭയങ്കര വർക്കൗട്ടാണ്. നല്ല രസമാണ് ഇവരുടെ കോമ്പിനേഷൻ കാണാൻ. അന്നേരം ഇവർ ഇപ്പോഴത്തെ ഇതിൽ അടിപൊളിയായിട്ട് ആ സിറ്റുവേഷൻ ഹ്യൂമറും ഒക്കെ വർക്കൗട്ടായിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ അത്യാവശ്യം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. പടം വരുമ്പം 2 മണിക്കൂറോ 2.5 മണിക്കൂറുള്ള പടം നമുക്കറിയത്തില്ല. പക്ഷേ ഈ പടം ഹിറ്റാകാനുള്ള ചാൻസ് ഉണ്ട്. ഹ്യൂമർ കൊണ്ട് വർക്കൗട്ടാകാൻ, ഹ്യൂമർ ചെയ്യുന്ന അസാധാരണമായിട്ട് ചെയ്യുന്ന 2 പേരാണ് ജയറാം ഉർവശി. അവരുടെ കോംബോയോട് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ജയറാം നായകനായിട്ട് തമിഴിൽ അഭിനയിക്കുന്ന സിനിമയാണ്. അന്നേരം ഒരുപാട് നാളിന് ശേഷമാണ്, അല്ലാതെ ഉള്ള ക്യാരക്ടർ വേഷങ്ങളാണ്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. അതുപോലെ ജയറാം വീണ്ടും നല്ല നല്ല റോളുകൾ നായകനായിട്ട് തന്നെ മലയാള സിനിമയിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.